കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. DR കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ രീതിയിലുള്ള ഒരു വലിയ ഏത്തപ്പഴമാണ്, അതൊന്ന് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഏത്തപ്പഴം നമുക്ക് ഈ നെയ്യിലൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പിൽ കൂടുതൽ തേങ്ങയുണ്ട്. തേങ്ങയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുത്താൽ മതി. അധികം ഇനി വറന്നു പോകേണ്ട ആവശ്യമില്ല. ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി പുട്ട് നമുക്ക് നനച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അല്പം തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് പുട്ടുപൊടി കുഴയ്ക്കാം. ഞാനിത് പുറത്തുനിന്ന് വാങ്ങിയ പുട്ടുപൊടിയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളവും കുറച്ച് കൂടുതൽ വേണം. ഞാൻ ഈ രീതിയിൽ ആദ്യം കുഴച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ പൊടി പിന്നീട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നുമെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ വെള്ളമെല്ലാം അബ്സോർബ് ചെയ്ത് പാകത്തിനുള്ള രീതിയിലേക്ക് ആ പുട്ടുപൊടി കിട്ടും. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ടുപൊടിയെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുട്ട് കുഴയ്ക്കുമ്പോൾ പിടിക്കാൻ പറ്റണം, എന്നാൽ നന്നായി ഉടച്ചെടുക്കാൻ സാധിക്കുന്ന രീതിക്ക് വേണം പുട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ഞാനിത് ചിരട്ടപ്പുട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം എടുത്തതിന് ശേഷം അതിലൽപ്പം ഞാൻ നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. സൈഡിലൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഏറ്റവും അടിയിലായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ എത്രത്തോളം ഇടണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി അതിന് മുകളിലായിട്ട് പഴത്തിൻ്റെ ആ മിക്സ് അതിട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് എന്നാൽ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണ് ഈ പുട്ട്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതിന് മുകളിലായിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി പൊങ്ങി നിൽക്കുന്ന രീതിക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കരുത്. അതിനാവി പോവാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നമുക്ക് പുട്ടുപൊടി ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിന് മുകളിൽ വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഞാനിവിടെ കുക്കറിൻ്റെ മുകളിലാണ് ഇത് വയ്ക്കുന്നത്. കുക്കറിൽ ആവി വന്നതിന് ശേഷം വേണം നമ്മൾ വയ്ക്കാനായിട്ട്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് പുട്ട് ശരിയാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ പുട്ട്. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.